ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? നല്ല സമരിയാക്കാരന്റെ ഉപമ. ഒരു നീമഞ്ഞൻ യേശുവിനെ പരീക്ഷിക്കുവാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പ്രതിവചിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. ഈശോ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, അപ്പോൾ നീയും ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അവൻ പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവൻ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അർത്ഥപ്പാണനാക്കിയിട്ട് പോയി കളഞ്ഞു. അപ്പോൾ ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ടെങ്കിലും മറുവശത്തൂടി കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും ആ വഴിയെ വന്നു. അപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്തോടെ കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് എണ്ണയും വീഞ്ഞുമെടുത്ത് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു ശസ്ത്രത്തിൽ കൊണ്ടുചെന്ന് പരിശോധിച്ചു. അടുത്ത ദിവസം അവൻ ശസ്ത്രസൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദിനാർ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, ബാക്കി പണം ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. യേശു ചോദിച്ചു, ഈ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ഈ മനുഷ്യന് ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് യേശു